السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചക ചരിത്രത്തിലെ ഒരു നിർണായക ചരിത്രത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനതക്ക് നല്ലൊരു ഭാവിയെ മുന്നിൽ കാണുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ചരിത്ര പഠനം നമ്മുടെ ഭാവിയെ പ്രശോഭിതമാക്കുകയും തിളക്കമുള്ളതാക്കുകയും ചെയ്യും. ചരിത്രത്തെ തമസ്കരിക്കുക എന്നതാണ് ഫാഷിസത്തിൻ്റെ എപ്പോഴുമുള്ള അജണ്ടയും പദ്ധതിയും. കാരണം ചരിത്രം അറിയുന്ന ഒരാൾ വളർന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിക്കാൻ അത്തരത്തിലുള്ള ആളുകൾക്ക് സാധിക്കും എന്നത് ബോധ്യമുള്ളത് കൊണ്ടാണ് ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട്, ചരിത്രത്തെ മായ്ച്ചുകൊണ്ട് പുതിയ ചരിത്രമായി അവതരിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഫാഷിസം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കവി പാടി വെച്ചത്, ഇഖ്റഉ താരീഖ ഫഫീഹിൽ ഇബർ. നിങ്ങൾ ചരിത്രം വായിക്കണം, ചരിത്രത്തിൽ അനേകം ഗുണപാഠങ്ങളുണ്ട്. വല്ല ഖൗമുൻ ലാ യഅരിഫൂനൽ ഖബർ. ചരിത്രം അറിയാത്ത ഒരു സമൂഹം അവർ നാശത്തിലേക്ക് ആപതിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ചരിത്രമെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഹിസ്റ്ററി ബുക്കുകളിലൂടെയും അല്ലാതെയുമെല്ലാം ഒരുപാട് ചരിത്രത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. എന്നാൽ ഇസ്ലാമിക ചരിത്രം എന്നത് തുല്യതകളില്ലാത്ത, സമാനതകളില്ലാത്ത അനേകം പാഠങ്ങൾ അത്തരം ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. കുഴപ്പങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാടാണ് ഒരു മുസ്ലിം കൈക്കൊള്ളേണ്ടത് എന്ന് പ്രവാചകന്റെ ജീവചരിത്രം നമുക്ക് മറുപടി നൽകും. നമുക്ക് പ്രവാചകന്റെ ജീവചരിത്രം വഴികാട്ടിയാകും. പക്ഷേ ആ ചരിത്ര പഠനത്തിനും മനനത്തിനും മുസ്ലിം ഉമ്മത്ത് അതിന് മുതിരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതൊരു മനസ്സും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് പ്രവാചകന്റെ ചരിത്രം. പ്രവാചകന്റെ ചരിത്രം ഏതൊരു മനസ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലുള്ള ഈമാനിന് ഒരു തിളക്കം വർദ്ധിക്കും. അവൻ്റെ മനസ്സിലുള്ള ഈമാൻ അത് പ്രശോഭിതമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. റജബ് 9 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുക്കുന്ന ഏറ്റവും അവസാനത്തെ യുദ്ധം തിൽക്കും ഹിയ ഗസ്വതു തബൂക്ക്. അത് തബൂക്ക് യുദ്ധമാണ്. ഗസ്വത്തുൽ ഖുവ്വതി വൽ ബലാഇ വൽ ഉസ്ർ. പ്രയാസത്തിൻ്റെയും ശക്തിയുടെയും സഹനത്തിൻ്റെയും സൈന്യമാണ് തബൂക്കിൻ്റെ സൈന്യം എന്നുള്ളത്. അതുകൊണ്ടാണ് തബൂക്കിൻ്റെ സൈന്യം മറ്റൊരു പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. ജയ്ഷുൽ ഉസ്ര എന്ന, പ്രയാസത്തിൻ്റെ സൈന്യമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സൈന്യത്തെ വിളിച്ചത്. മക്ക വിജയിച്ചടക്കി. ഇസ്ലാമിൻ്റെ പ്രകാശം മലനിരകളിലും മരുഭൂമിയിലും പരന്നു. ആളുകളൊക്കെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. വിഗ്രഹാരാധന അറേബ്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട് പ്രകാശപൂരിതമായ തൗഹീദ് സ്ഥാപിക്കപ്പെട്ട ഒരു അവസരത്തിലാണ് ഈ യുദ്ധത്തിന് മുസ്ലിമീങ്ങൾ എടുത്തെറിയപ്പെടുന്നത്. ഇസ്ലാമിൻ്റെ ശോഭ തിളങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് റോമൻ ചക്രവർത്തി ഹിർക്കലിൻ്റെ നേതൃത്വത്തിൽ അവരുടെ സൈന്യത്തെ ഒരുക്കുന്ന മറ്റു സഖ്യകക്ഷികളിൽ നിന്ന്, ഖസാസിനയിൽ നിന്നും മറ്റു ആളുകളൊക്കെ മക്കയിലെ മുശ്രിക്കുകളുടെ കൂടെ, അല്ല, റോമക്കാരുടെ ഹിർക്കൽ എന്ന ചക്രവർത്തിയുടെ കൂടെ അവർ ചേരുകയും മുസ്ലിമീങ്ങൾക്കെതിരെ പുറപ്പെടണം, മുസ്ലിമീങ്ങളെ തോൽപ്പിക്കണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ യുദ്ധത്തിനായി അവർ ഒരുങ്ങി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കിയപ്പോൾ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് കൽപ്പന നൽകി. സ്വഹാബാക്കളെല്ലാം പല ഗോത്രങ്ങളിൽ നിന്നായി ധൃതിപ്പെട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. ഗഫാർ ഗോത്രത്തിൽ നിന്നുള്ള ആളുകളുണ്ട്, അസ്ലം ഗോത്രത്തിൽ നിന്നുള്ള ആളുകളുണ്ട്, ജുഹൈന ഗോത്രത്തിൽ നിന്നും, അഷ്ജഅ്, ബനൂ കഅബ് എന്നിങ്ങനെ എല്ലാ ഗോത്രത്തിൽ നിന്നുമുള്ള ആളുകൾ തടിച്ചുകൂടി എന്നാണ്. തബൂക്കിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ മുസ്ലിം ഉമ്മത്തിന് തബൂക്ക് യുദ്ധത്തിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ട്. അതിലേതാനും ചില പാഠങ്ങൾ മാത്രമാണ് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പാഠം, തബൂക്ക് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം എന്നത്, ജീവിതത്തിൽ വിജയത്തിൻ്റെ മാനദണ്ഡം എന്നത് അചഞ്ചലമായ വിശ്വാസമാണ്. നമ്മൾ ജീവിതത്തിൽ എവിടെയെല്ലാം പരാജയപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ വിശ്വാസത്തിൽ ചില പ്രശ്നങ്ങൾ, ചില കുഴപ്പങ്ങൾ, ചില അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് വിശ്വാസം കറകളഞ്ഞതായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം അതിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിലെ യുദ്ധങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യുദ്ധക്കോപ്പുകളോ ആളുകളുടെ എണ്ണപ്പെരുപ്പമോ യുദ്ധതന്ത്രങ്ങളോ ഒന്നും തന്നെ ആയിരുന്നില്ല ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ വിജയത്തിൻ്റെ മാനദണ്ഡം. മറിച്ച് ഇസ്ലാമിലെ യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡം എന്നത് അത് അടിയുറച്ച വിശ്വാസമായിരുന്നു. ഇളം കാറ്റിൽ ആടി ഉലയുന്ന ഇലയെപ്പോലെ ആയിരുന്നില്ല മുസ്ലിമീങ്ങളുടെ വിശ്വാസം. മറിച്ച് ഭൂമിയെ പിടിച്ചു നിർത്തുന്ന പർവ്വതത്തിന് സമാനമായിരുന്നു ഓരോ മുസ്ലിമീങ്ങളുടെയും വിശ്വാസം എന്നത്. തബൂക്കിൻ്റെ രണഭൂമിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ 30,000 മുസ്ലിമീങ്ങളുടെ എണ്ണം. അവിശ്വാസികൾ റോമക്കാരുടെ എണ്ണം എന്നത് 2 ലക്ഷം വരുന്ന സൈന്യമാണ്. നമ്മൾ ആലോചിക്കേണ്ടത് 30,000 വരുന്ന ആളുകൾ ഏറ്റുമുട്ടാൻ പോകുന്നത് 2 ലക്ഷം വരുന്ന സൈന്യത്തെയാണ്. എണ്ണപ്പെരുപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും വിജയിക്കുക എന്നത് സാധ്യമല്ലാത്ത വിധമാണ് എണ്ണമുള്ളത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്, വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് അല്ലാഹു അതിജയിക്കുക തന്നെ ചെയ്യും. അല്ലാഹു ജയിച്ചടക്കുന്നവനത്രേ, പക്ഷെ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല എന്ന്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുഅ്ത യുദ്ധത്തിൽ അദ്ദേഹം സ്വഹാബാക്കളോട് പറയുന്ന ചില വാക്കുണ്ട്. അദ്ദേഹം സ്വഹാബാക്കളോട് പറഞ്ഞു വെക്കുന്നത്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ നുഖാതിലു നാസ ബിഅദദിൻ വലാ ഖുവ്വത്തിൻ വലാ കസ്റത്തിൻ. മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുന്നത് മുസ്ലിമീങ്ങളുടെ എണ്ണപ്പെരുപ്പം കൊണ്ടല്ല, മുസ്ലിമീങ്ങളുടെ ശക്തി കൊണ്ടല്ല, മുസ്ലിമീങ്ങളുടെ ആധിക്യം കൊണ്ടല്ല. വമാ നുഖാതിലുഹും ഇല്ലാ ബിഹാദദ്ദീൻ അല്ലദീ അക്രമനല്ലാഹു ബിഹി. അല്ലാഹു നമുക്ക് തന്ന ഈ ദീനുണ്ടല്ലോ, ആ ദീനിൽ നിലനിന്നുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാൻ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയാണ്, ഫൻതലഖൂ, നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടു കൊള്ളുക. ഫഇന്നമാ ഹിയ ഇഹ്ദൽ ഹുസ്നയൈൻ, രണ്ടാലൊരു കാര്യം ആ യുദ്ധത്തിൽ നടക്കുക തന്നെ ചെയ്യും. ഇമ്മാ ളുഹൂറുൻ ഐ ഇന്തിസാറുൻ വ ഇമ്മാ ഷഹാദ. ഒന്നുകിൽ നമ്മൾ വിജയിച്ചടക്കും, അതല്ല എങ്കിൽ നമുക്ക് രക്തസാക്ഷിത്വം ലഭിക്കും. ഈ രണ്ടാലൊന്നല്ലാത്ത മറ്റൊരു ഓപ്ഷനും നമുക്കില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഈ സമകാലീന സാഹചര്യത്തിൽ മുസ്ലിമീങ്ങൾ സമൂഹത്തിനിടയിൽ വളരെ നിന്ദ്യമായ സ്ഥാനമാണ് മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മുസ്ലിമീങ്ങളുടെ വിശ്വാസങ്ങളിൽ അല്ലാഹുവല്ലാത്ത ഇതര സൃഷ്ടികൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമുക്ക് പ്രതാപം ലഭിക്കണോ, അല്ലാഹുവിൽ മാത്രം നമ്മുടെ അവലംബം ഉണ്ടാകണം. എവിടെയാണോ നമ്മുടെ വിശ്വാസം പിഴക്കുന്നത് അവിടെ മുതൽ മുസ്ലിമീങ്ങളുടെ ശക്തി ശോഷിച്ചു വരും എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഒന്നാമതായും അവസാനമായും നമ്മൾ ശരിപ്പെടുത്തേണ്ടത് നമ്മുടെ വിശ്വാസത്തെയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ല തൻ്റെ സ്വഹീഹ് അവസാനിപ്പിക്കുന്നത് കിതാബു തൗഹീദ് എന്ന ശീർഷകത്തിലൂടെയാണ്. ഏറ്റവും അവസാനമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ടത് തൗഹീദാണ്. ആ തൗഹീദോടുകൂടിയാണ് അവൻ മരണപ്പെടേണ്ടത്. രണ്ടാമതായി തബൂക്ക് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും,
നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറാണോ, അള്ളാഹു നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും എന്ന ആശയമാണ് തബൂക്ക് രണ്ടാമതായി നമുക്ക് പറഞ്ഞു തരുന്നത്. സൂറത്തു തൗബയിലെ 117-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുഹാജിറുകൾക്കും അൻസാറുകൾക്കും അവരെ പിൻപറ്റിയവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഏത് സാഹചര്യത്തിൽ പിൻപറ്റിയ ആളുകൾക്ക്? ഫീ സാഅത്തിൽ ഉസ്റ, പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ, തബൂക്കിന്റെ ആ സന്ദർഭത്തിൽ അവർക്കെല്ലാം പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, കഠിനമായ ചൂടുള്ള സമയമാണ്. തബൂക്കിലേക്ക് എത്താനുള്ള വഴി ദൂരം എന്നത് 778 മൈലാണ്. 778 മൈൽ താണ്ടിയിട്ട് തബൂക്കിലേക്ക് എത്തണം. യുദ്ധസാമഗ്രികൾ കുറവാണ്, ശത്രുക്കളുടെ ആധിക്യം ഒരുപാടുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് എല്ലാ ഗോത്രത്തിൽ നിന്നും ആളുകൾ വന്നു എന്നാണ്. 778 മൈൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്ന് ആലോചിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലൊരിക്കലും അത് വിഭാവനം ചെയ്യാൻ പോലും സാധിക്കൂല. അതും ആ മണലിലൂടെ അത്രയും ചൂട് ഏറ്റുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ആ യുദ്ധത്തിലേക്ക് പുറപ്പെടേണ്ടത്. യുദ്ധത്തിലേക്ക് പുറപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സന്നാഹങ്ങൾ ആവശ്യമാണ്, എല്ലാം ആവശ്യമാണ്. പക്ഷേ മുസ്ലിങ്ങളുടെ അടുക്കൽ ഒന്നുമില്ലാത്ത അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളംബരം ചെയ്തു, ഈ സൈന്യത്തെ നിങ്ങൾ സഹായിക്കാൻ തയ്യാറാകണം. ആ സന്ദർഭത്തിലാണ് നമ്മൾ പലപ്പോഴായി കേട്ട ഒരു ചരിത്രം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും മത്സരിക്കുന്നത്, നന്മയുടെ വിഷയത്തിൽ മുന്നേറുന്നത് ആ ഒരു സന്ദർഭത്തിലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയിക്കൊണ്ട് തൻ്റെ മുഴുവൻ സമ്പത്തുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ പകുതി സമ്പത്തുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആ സന്ദർഭം മുതലെടുക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നത്, ഇന്നേ ദിവസം ഞാൻ അബൂബക്കറിനെ നന്മയുടെ വിഷയത്തിൽ അദ്ദേഹത്തെ ഞാൻ മുൻകടക്കുക തന്നെ ചെയ്യുന്ന. നമ്മൾ ആലോചിക്കേണ്ടത്, നന്മയുടെ വിഷയത്തിൽ അങ്ങനെ ഒരു മാത്സര്യ ബുദ്ധി നമുക്കുണ്ടോ എന്ന്. പലപ്പോഴും ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മളോട് ആരും പറയാതെ തന്നെ അങ്ങനെയുള്ള ഒരു മാത്സര്യ ബുദ്ധി നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ ആഖിറത്തിൻ്റെ വിഷയത്തിൽ ഒരു ആഖിറവുമായി ബന്ധപ്പെട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ, എപ്പോഴും കൃത്യമായി ജമാഅത്തിനെത്തുന്ന ഒരാളെ കാണുമ്പോൾ, ഖുർആനിൻ്റെ പാരായണത്തിലും പഠനത്തിലും ഒഴുകുന്ന ഒരാളെ കാണുമ്പോൾ നമുക്കും അങ്ങനെയാകണം എന്ന് തോന്നാറുണ്ട്. ഈമാനിൻ്റെ വിഷയത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ പലപ്പോഴും അങ്ങനെ തോന്നേണ്ടതിൻ്റെ പകരം നേരെ തിരിച്ചാണ് പല ആളുകൾക്കും തോന്നാറുള്ളത്. കുറച്ചൊക്കെ ദീന് പാലിച്ച് ജീവിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ആകണം എന്ന് തോന്നുന്നതിന് പകരം അതുപോലെ ആകാതിരുന്നാൽ മതി എന്നാണ് പല ആളുകളും ദീനിൻ്റെ വിഷയത്തിലുള്ള നിലപാട് എന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അൽ യൗം അസ്ബിഖു അബാ ബക്രിൻ ഇൻ സബഖ്തുഹു യൗമൻ ഫജിഅതു ബിനിസ്ഫി മാലി. ഞാൻ ഇന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മുൻകടക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളുകളും സമ്പത്തുമായിട്ട് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. നബി അവരോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ശൈലിയിൽ തന്നെ വ്യത്യാസമുണ്ട്. റസൂൽ എത്ര കൊണ്ടുവന്നത് എന്നല്ല ചോദിച്ചത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, മാ അബ്ഖൈത ലി അഹ്ലികി, എത്രയാണ് ബാക്കി വെച്ചതെന്നാണ്. എത്രയാണ് ബാക്കി വെച്ചതെന്നാണ്. കാരണം വളരെ തുച്ഛം മാത്രമായിരിക്കും അവർ ബാക്കി വെച്ചത് എന്നത് റസൂലിന് ഉറപ്പാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അബ്ഖൈതു ലഹും അല്ലാഹ വ റസൂല, ഞാൻ ബാക്കി വെച്ചിട്ടുള്ളത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, പകുതി സമ്പത്താണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഇസ്ലാമിന് പ്രയാസമുണ്ടായി എന്നറിയുമ്പോൾ എല്ലാ സ്വത്തും എടുത്ത് ഇസ്ലാമിന് നൽകാൻ മാത്രം അബൂബക്കർ റളിയല്ലാഹു അൻഹു തുനിഞ്ഞിട്ടുണ്ട് എങ്കിൽ എത്രത്തോളം പ്രാധാന്യമായിരുന്നു ദീനിന് അവരുടെ മനസ്സിലുണ്ടായിരുന്ന സ്ഥാനം എന്ന് നമുക്ക് ബോധ്യപ്പെടും. പകുതി സമ്പത്ത്, ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത പകുതിയോളം വരുന്ന സമ്പത്തുമായിട്ട് ഇസ്ലാം വിജയിക്കണം, ഇസ്ലാം മുന്നിൽ നിൽക്കണം, എല്ലാത്തിനെയും ഇസ്ലാം അതിജയിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി സമ്പാദിച്ച പകുതി സ്വത്തുമായി വരുമ്പോൾ അവരുടെ ഈമാൻ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആ ഈമാനിലേക്ക് എത്തിപ്പെടാൻ വല്ലാത്ത പരിശ്രമം നമ്മുടെ അടുക്കലിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഈ സംഭവങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നത്. അതിനുശേഷം
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. തബൂക്കിന്റെ സന്ദർഭത്തിൽ നടത്തുന്ന പ്രഖ്യാപനമാണ്, മൻ ജഹസ ജയ്ശൽ ഉസ്റതി ഫലഹുൽ ജന്ന. ആരെങ്കിലും ഈ പ്രയാസത്തിന്റെ സൈന്യത്തെ സഹായിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗമുണ്ട് എന്നാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 1000 ദീനാറുമായി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിലേക്ക് വിതറിക്കൊടുത്തു എന്നാണ്. റസൂല് അതിലിങ്ങനെ കളിക്കാൻ മാത്രമുള്ള ദീനാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉണ്ടായിരുന്നു എന്നാണ്. 1000 ദീനാർ തീർന്നില്ല. വീണ്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരുന്നത് 300ഓളം ഒട്ടകങ്ങളുമായിട്ടാണ്. 300ഓളം ഒട്ടകങ്ങളും ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെലവഴിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, മാ അലാ ഉസ്മാന മാ അമില ബഅദ ഹാദിഹി, മാ അലാ ഉസ്മാന മാ അമില ബഅദ ഹാദിഹി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വല്ലാത്ത നേട്ടമാണ് കൊയ്തു പോയത്. ഇനി എന്ത് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തു വെച്ചാലും അള്ളാഹു അദ്ദേഹത്തിനൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 300 ഒട്ടകങ്ങൾ, 1000 ദീനാറുകളാണ് ഇസ്ലാമിൻ്റെ സൈന്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സഹായത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ദാനമായി, ധർമ്മമായി നൽകിയത് എന്നാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 8000 ദിർഹമുകൾ ആ യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്വഹാബാക്കളും അവർക്ക് എങ്ങനെയാണോ ആ ഇസ്ലാമിന്റെ സൈന്യത്തെ രക്ഷിക്കാൻ സാധിക്കുക, റോമക്കാരുടെ മുന്നിൽ എങ്ങനെയൊക്കെ ഇസ്ലാം വിജയിക്കണമെന്ന് അവരുടെ മനസ്സിലുണ്ടായിരുന്നോ അതിനുവേണ്ടി എല്ലാ പണിയും എടുത്തു എന്നാണ്. ഒന്നുമില്ലാത്ത ഒരു സ്വഹാബി ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പാവം ആ സ്വഹാബിയുടെ അടുക്കൽ ഒന്നുമില്ല. അബൂ ഹൈസമ എന്നാണ് ആ സ്വഹാബിയുടെ പേര്. ആ സ്വഹാബി കൊണ്ടുവരുന്നത് 1/2 സ്വാഅ ഈത്തപ്പഴമാണ്. 1/2 സ്വാഅ ഈത്തപ്പഴം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ആ സമയത്ത് തൊട്ടടുത്തുള്ള മുനാഫിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബിയുടെ ആ സ്വഹാബിയെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലഗനിയുൻ അൻ സദഖതി ഹാദാ. ഈ സ്വതക്കയെ തൊട്ട് അള്ളാഹു എത്രയോ ഉന്നതനാണ്, അള്ളാഹുവിന് നിന്റെ ഈ ചെറിയ സ്വതക്കയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അബൂ ഹൈസമയെ കളിയാക്കിയപ്പോൾ ആ സന്ദർഭത്തിലാണ് ആയത്തിറങ്ങുന്നത്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ. എന്തൊരു നന്മയാണോ ചെയ്യുന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കാണുക തന്നെ ചെയ്യും, അത് എത്ര ചെറുതാണ് എങ്കിലും. വമാ അമിലത് മിൻ സൂഇൻ, എന്തൊരു തിന്മയാണോ ചെയ്യുന്നത് അതും അള്ളാഹുവിൻ്റെ അടുക്കൽ കാണുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സൈന്യത്തെ തയ്യാറാക്കാനുള്ള ചിലവില്ലാതെ വന്നപ്പോൾ പ്രവാചകൻ ആവശ്യപ്പെടുകയും പ്രവാചകന്റെ ആവശ്യപ്പെടൽ സ്വീകരിച്ചുകൊണ്ട് എല്ലാ സ്വഹാബാക്കളും അതിൽ ഭാഗവാക്കായി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇസ്ലാം ദീൻ, ആ ദീന് നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്ത് നൽകി എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഉറക്കം, എന്താണ് ഇസ്ലാമിൻ്റെ പേരിൽ നമുക്ക് നൽകാൻ സാധിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് സമ്പത്ത് നൽകാൻ സാധിച്ചിട്ടുണ്ടോ? ആരോഗ്യം ഇസ്ലാമിൻ്റെ പേരിൽ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉറക്കം നമ്മൾ പലപ്പോഴും ഒഴിവാക്കിയിട്ടുണ്ടാകാം. എന്നാൽ ഇസ്ലാമിൻ്റെ പേരിൽ ആത്മാർത്ഥമായി ഉറക്കം ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ദീനിനു വേണ്ടി എന്താണോ നമ്മൾ ബാക്കി വെക്കുന്നത് അത് മാത്രമായിരിക്കും നമ്മുടെ സൽക്കർമ്മത്തിൻ്റെ രേഖയിൽ ഉണ്ടാവുക. അതുകൊണ്ട് എപ്പോഴും നമ്മെ അലട്ടേണ്ട ഒരു വിഷയമാണ് എന്താണ് നമ്മൾ ദീനിനു വേണ്ടി ബാക്കി വെച്ചത് എന്നുള്ളത്. സൂറത്ത് മുഹമ്മദിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയുസബ്ബിത് അഖ്ദാമകും. അല്ലാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും, അതോടൊപ്പം അല്ലാഹു നിങ്ങൾക്ക് സ്ഥിരത നൽകും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു മൻ യൻസുറു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അല്ലാഹു അവനെ ആരാണോ സഹായിക്കുന്നത് ആ വ്യക്തിയെ അല്ലാഹു സഹായിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന് കൃത്യമായ ഇബാദത്തുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദീനിനെ സഹായിക്കുക എന്ന് പറയുമ്പോൾ ഒരു വാക്ക് കൊണ്ടെങ്കിലും നമുക്ക് ദീനിനെ സഹായിക്കാൻ സാധിക്കണം. പലപ്പോഴും പല ആളുകൾക്കും
അത് സാധിക്കാറില്ല എന്നതാണ് വസ്തുത. ഒരു വാക്കുകൊണ്ടെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് എന്താണോ ആ വാക്കുകൊണ്ട് ദീനിനെ എങ്ങനെയാണോ സഹായിക്കാൻ സാധിക്കുക ആ രൂപത്തിൽ ദീനിനെ സഹായിക്കണം. ദീനിനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി ചിത്രീകരിക്കുമ്പോൾ, നബിയെ ഭത്സിക്കുമ്പോൾ, നബിയെ ചീത്ത പറയുമ്പോൾ, നബിയുടെ ചരിത്രത്തിൽ ഇല്ലാത്തത് കെട്ടിച്ചമച്ച് ആ ചരിത്രത്തിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ആത്മാർത്ഥമായി അതിനെതിരെ ഒരു വാക്കെങ്കിലും ഉരുവിടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ വിജയമെന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, വലൗ ബിശിഖ്തി തംറ, ഒരു ഈത്തപ്പഴത്തിന്റെ ചെറിയ ഭാഗം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. ഇനി നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഫബികലിമത്തിൻ ത്വയ്യിബ, നല്ല സംസാരം കൊണ്ട് ദീനിനെ സഹായിക്കണം, നല്ല സംസാരം കൊണ്ട് ദീനിന് നമ്മൾ രക്ഷ നൽകണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഏത് രൂപത്തിലാണ് നമുക്ക് ദീനിനെ സഹായിക്കാൻ സാധിച്ചത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. തബൂക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സഹായിച്ചപ്പോൾ അല്ലാഹുവിന്റെ സഹായം ലഭിക്കുകയും ആ യുദ്ധത്തിൽ വൻ വിജയം മുസ്ലിമീങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. മൂന്നാമതായി നമുക്ക് തബൂക്ക് നൽകുന്ന പാഠമെന്നത് നന്മകളോടുള്ള സ്വഹാബാക്കളുടെ അതീവ താല്പര്യമാണ്. സ്വഹാബാക്കൾക്ക് നന്മയോട് അങ്ങേയറ്റത്തെ താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇളവുകൾ നൽകിയിട്ടുണ്ട്. നിന്ന് നമസ്കരിക്കാൻ സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് നിസ്കരിക്കാം. ഇരുന്നിട്ടും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെയും ഇളവുകളുണ്ട്. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം 4 റക്അത്തുള്ള നിസ്കാരം 2 ആക്കി ചുരുക്കി നിസ്കരിക്കാൻ പറ്റും. തബൂക്കിൽ ചില ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ വരേണ്ടതില്ല, നിങ്ങൾ യുദ്ധത്തിന് വരേണ്ടതില്ല, യുദ്ധത്തിന് പുറപ്പെടാനുള്ള ഒട്ടകങ്ങൾ ഞങ്ങളുടെ അടുക്കലില്ല, നിങ്ങളെ കൊണ്ടുപോകാൻ മാത്രം ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് യുദ്ധത്തിന് വരേണ്ടതില്ല എന്ന് പറഞ്ഞു. ലാ അജിദു മാ അഹ്മിലുകും അലൈഹി, നിങ്ങൾ വഹിക്കാനുള്ളതൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉദ്ർ നൽകി. യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. സൂറത്തു തൗബയിലെ 92-ാമത്തെ ആയത്തിലാണ് പറയുന്നത്. ആ സന്ദർഭത്തിൽ ആ സ്വഹാബാക്കൾ കരയുകയാണ്. ആ സ്വഹാബാക്കൾക്ക് ഒഴിവ് കഴിവുണ്ട്, പങ്കെടുക്കേണ്ട ആവശ്യമില്ല, എന്നിട്ടും ആ സ്വഹാബാക്കൾ കരഞ്ഞു എന്നാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് നന്മക്ക് അവസരം ലഭിച്ചപ്പോൾ നമുക്കത് ലഭിച്ചില്ലല്ലോ എന്നാണ് അവർ ആലോചിച്ചത്. അങ്ങനെ അവർ കരഞ്ഞുകൊണ്ട് പോകുന്നത് മറ്റൊരു വ്യക്തി കാണുകയും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മാ യുബ്കീകുമാ, നിങ്ങളെ കരയിപ്പിക്കുന്നത് എന്താണ്, എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി, ഇന്നതാണ് സംഭവം, തബൂക്കിലേക്ക് പോകണമെന്നുണ്ട്, പക്ഷെ പോകാനുള്ള യാത്രക്കുള്ള വാഹനം നമ്മുടെ അടുക്കലില്ല. ആ സന്ദർഭത്തിൽ അവർ 2 പേർക്കുമുള്ള വാഹനം ഇവർ തയ്യാറാക്കി കൊടുത്തു എന്നാണ്. അങ്ങനെ അവർ യുദ്ധത്തിന് പുറപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഉഹദിന്റെ രണഭൂമിയിൽ ഉഹദിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അംറു ഇബ്നുൽ ജമൂഹ് എന്ന് പറയുന്ന ഒരു സ്വഹാബി വര്യൻ നബിയുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. ആ സ്വഹാബി ഒരു മുടന്തനാണ്. സ്വഹാബിക്ക് കൃത്യമായി നടക്കാൻ സാധിക്കുകയില്ല. സ്വഹാബിക്ക് ശക്തമായ 4 മക്കളുണ്ട്. ആ 4 മക്കളും പറഞ്ഞു, യുദ്ധത്തിന് പുറപ്പെടാൻ പറ്റൂല ഉപ്പ, ഉപ്പാക്ക് ഒഴിവ് കഴിവുണ്ട്, ഉപ്പാക്ക് നടക്കാൻ പറ്റണില്ല, യുദ്ധത്തിന് പോകരുത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആ ഉപ്പ ചെന്നുകൊണ്ട് പറയാണ്, റസൂലേ, എനിക്ക് ഉഹദിൽ പങ്കെടുക്കണം, ഉഹദിൽ എനിക്ക് ഷഹീദാകണം, നാളെ ഈ മുടന്ത് കാലുമായിട്ട് സ്വർഗത്തിൽ എനിക്ക് നടക്കണം എന്ന് പറയുകയും റസൂൽ അങ്ങനെ അവസാനം അനുമതി കൊടുത്ത് അംറു ഇബ്നുൽ ജമൂഹ് ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ 70ഓളം വരുന്ന ആളുകളിൽ ഈ സ്വഹാബിയും ഉണ്ടായിരുന്നു എന്നാണ്. ആ സ്വഹാബിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയുടെ ശരീരം കണ്ടപ്പോൾ പറഞ്ഞു എന്നാണ്, അംറു ഇബ്നുൽ ജമൂഹ് മുടന്തില്ലാതെ സ്വർഗത്തിൽ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല, എന്നിട്ടും യുദ്ധത്തിൽ പങ്കെടുത്തു, ഷഹീദായി. എന്തിനാണ് ഇത്രയും ത്യാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ത്യാഗങ്ങളെല്ലാം അവർ സഹിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. തബൂക്കിന്റെ വേളയിൽ ഒരുപാട് സഹനങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ
സഹാബാക്കൾ നേരിട്ടിട്ടുണ്ട്. അവിടെ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഒട്ടകം അത് വളരെ പതുക്കെയാണ് വന്നിരുന്നത് എന്നാണ്. അത് വളരെ പതുക്കെ വരികയാണ്. സഹാബാക്കൾ പറയാണ്, യാ റസൂലല്ലാഹ് തഖല്ലഫ അബൂദർ വഅബ്തഅ ബിഹി ബഈറുഹു. ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകം അത് അദ്ദേഹത്തെ വൈകിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ പിന്നിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹു ഖൈറാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മിലേക്ക് അബൂദർ എത്തിപ്പെടും. അങ്ങനെ ആ ഒട്ടകം അത് വളരെ പതുക്കെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹു ആ ഒട്ടകത്തിന്റെ മുകളിൽ വെച്ച ഭാണ്ഡവും ചുമന്ന് യുദ്ധത്തിലേക്ക് നടന്നു നീങ്ങിന. ഫലമ്മാ അബ്തഅ അലൈഹി അഖദ മതാഅഹു ഫജഅലഹു അലാ ളഹ്രിഹി ഫഖറജ യത്ബഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാഷിയൻ. നടന്നുകൊണ്ട് ആ വലിയ ഭാണ്ഡവും പേറിക്കൊണ്ട് ചെയ്തു യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂരെ നിന്ന് അദ്ദേഹം വരുന്നത് കാണാം. ആ സമയത്ത് മറ്റുള്ള സഹാബാക്കളോട് പറയുന്നുണ്ട്, കുൻ അബാ ദർറിൻ, നിങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ പോലെ നിങ്ങൾ ആയിത്തീരണം എന്നാണ് പറയുന്നത്. ഇതാണ് സഹാബാക്കൾ തബൂക്കിൽ സഹിച്ച ത്യാഗത്തിന്റെ നേർക്കാഴ്ച എന്നത്. കഠിനമായ ദാഹമാണ് ആ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ളത്. വെള്ളമില്ല. എന്താ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒട്ടകത്തെ അറുത്ത് അതിൻ്റെ കുടൽമാലയിൽ നിന്ന് വെള്ളം കുടിച്ചു എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അത്രയും പ്രയാസമായിരുന്നു തബൂക്കിന്റെ ഘട്ടമെന്നത്. ചില ആളുകൾക്ക് തബൂക്കിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ചില ആളുകൾക്ക് ഒഴിവ് കഴിവുണ്ടായിരുന്നു, അവർ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. എന്നാൽ അവർക്കും പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. നബി പറയുന്നത്, ഇന്ന ബിൽ മദീനത്തി അഖ്വാമൻ, മദീനയിൽ ചില സമൂഹമുണ്ട്, മാസിർതും മസീറൻ, നിങ്ങൾ സഞ്ചരിച്ച വഴികളിലൊന്നും തന്നെ അവർ സഞ്ചരിച്ചിട്ടില്ല, വലാ ഖതഅതും വാദിയൻ, ഒരു താഴ്വരയും അവർ മുറിച്ചു കടന്നിട്ടില്ല, ഇല്ലാ കാനൂ മഅകും, എന്നാൽ നിങ്ങളുടെ കൂടെ തന്നെ അവരുണ്ട്. യാ റസൂലല്ലാഹ് വഹും ബിൽ മദീന, അവർ മദീനയിലല്ലേ റസൂലേ, പിന്നെ എങ്ങനെയാണ് നമ്മുടെ കൂടെ അവരുണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വഹും ബിൽ മദീന, അവർ മദീനയിലാണ്, പക്ഷേ ഹബസഹുമുൽ ഉദ്ർ, അവർക്ക് വരാൻ സാധിക്കാത്തത് ചില ഉദ്ർ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണോ അതേ പ്രതിഫലം അവർക്കും ലഭിക്കും. നിയ്യത്തിന്റെ പ്രാധാന്യമാണ് തബൂക്ക് നമുക്ക് പഠിപ്പിച്ചു തരുന്ന അഞ്ചാമത്തെ പാഠം എന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറയുന്നുണ്ട്, യാ ബുനയ്യ ഇൻ ബിൽ ഖൈർ, ഓ പൊന്നുമോനെ, നീ നന്മ മനസ്സിൽ കരുതുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും നന്മ മനസ്സിൽ കരുതുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. അവസാനത്തെ 10ലേക്ക് എത്തുമ്പോൾ, അവസാനത്തെ 10-ലെത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നന്മകൾ മനസ്സിൽ കരുതാൻ സാധിക്കണം. നല്ല നിയ്യത്തുകൾ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹം മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം മനസ്സിൽ കരുതുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഖൈറിലായിക്കൊണ്ട് അവനെ അള്ളാഹു കൊണ്ടുപോകും എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ യുദ്ധവും കഴിഞ്ഞ് മുസ്ലിമീങ്ങൾ വളരെ വിജയശ്രീലാളിതരായിട്ടാണ് തിരിച്ചു വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 2 ലക്ഷം വരുന്ന സൈന്യത്തെ 30,000-ഓളം വരുന്ന ആളുകൾ അവർ കീഴ്പ്പെടുത്തി എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഏകദേശം 50 ദിവസങ്ങളോളം ആ യുദ്ധം നീണ്ടു നിന്നിരുന്നു എന്നാണ്. ആ യുദ്ധത്തിന്റെ പര്യവസാനം വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ആഖിബത്ത് എന്നത് അത് മുത്തഖീങ്ങൾക്കാണ്. ഏറ്റവും നല്ല പര്യവസാനം ലഭിക്കുക അത് മുത്തഖീങ്ങൾക്കാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പാഠങ്ങൾ തബൂക്കിൽ നിന്ന് നമുക്ക് എണ്ണി എണ്ണി പറയാൻ സാധിക്കും. വളരെ ചുരുങ്ങിയ പാഠങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പാഠം എന്നത് നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തുക എന്നതാണ്. നമ്മുടെ വിശ്വാസം ശരിയായാൽ നമ്മുടെ വിജയത്തിൻ്റെ മാനദണ്ഡം അത് നമുക്ക് വിജയത്തിനുള്ള കാരണമായി തീരും എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വിശ്വാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കണം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പാഠം, അള്ളാഹുവിനെ സഹായിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെയും സഹായിക്കും എന്ന ബോധ്യം നമുക്കുണ്ടാകണം. മൂന്നാമത്തേത്, നന്മകളോട് അതീവമായ താല്പര്യം നമുക്കുണ്ടാകണം. നാലാമത്തേത്, സഹാബാക്കളുടെ ആ യുദ്ധത്തിൽ സഹിച്ച ത്യാഗമാണ്. ത്യാഗങ്ങൾ സഹിക്കാൻ നമ്മൾ
മുന്നിടേണ്ടതുണ്ട്. ഏറ്റവും അവസാനത്തെ പാഠം എന്നത് നിയ്യത്ത്. അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകൾ അത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നിയ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് തബൂക്കിന്റെ പാഠങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബാക്കൾ ഏത് ത്യാഗമാണോ ആ തബൂക്കിൽ സഹിച്ചത്, ത്യജിച്ചത്, അതേ രൂപത്തിലുള്ള ത്യാഗം സഹിക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.